ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ആരൊക്കെയാണിന്ന് വെയിലിൻ്റെ പുറകെ ഓടിയത്? ഞാൻ ദേ ഒരു ഓട്ടം കഴിഞ്ഞ് വന്നേ ഉള്ളേ. നമ്മുടെ ഈ മോൺസ്ട്ര പിടിപ്പിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ആ ബോട്ടിൽ വെച്ച് കൊടുത്തതല്ലാതെ ഇതുവരെ ഞാൻ കയർ സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. വേറൊരു ചട്ടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലും കൂടി ഇപ്പോൾ വെച്ച് കൊടുക്കാറായി. അപ്പോൾ 2 കയർ സ്റ്റിക്ക് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ. ഇപ്പോഴും അത് തന്നെ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ, ബോറടിക്കൂലേ എന്ന് കരുതിയിട്ടാണേ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കയറി നോക്കിയാൽ മതി. ബോട്ടിലേക്ക് കയർ സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ട് മണ്ണും മെറ്റലും കൂടി ഇട്ട് അത് ശരിക്ക് ഉറപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ചെറുതാണ്, ഇത് ബ്രൂം സ്റ്റിക്ക് വെച്ചുണ്ടാക്കിയത് കാരണം കുറച്ച് ചെറുതാണ്, പൊക്കം കുറവാണ്. അപ്പോൾ തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ എന്ന് കരുതി. അപ്പോൾ ഈ ചിക്കൻ ലെഗ് നിങ്ങളുടെ ആരുടെയൊക്കെ വീട്ടിലുണ്ട്? നിങ്ങൾ കഴിക്കുന്ന ചിക്കൻ ലെഗിൻ്റെ കാര്യമല്ല കേട്ടോ, സിങ്കോണിയം ചിക്കൻ ലെഗിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ലീഫ് നമ്മുടെ ചിക്കൻ്റെ ലെഗ് പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ അങ്ങനെ ഒരു പേര് പറയുന്നത്. ഇതാണെങ്കിൽ പെട്ടെന്ന് പിടിക്കും, തോന്നുന്നിടത്ത് പെട്ടെന്ന് അങ്ങ് കയറി പടരുകയും ചെയ്യും. അപ്പോൾ ഈ മതിലരികത്ത് വെച്ചതുകൊണ്ട് മതിലിലേക്ക് അങ്ങ് വേഗം കയറി പിടിച്ചിട്ടാ. എവിടെയെങ്കിലും ഒരു ഇത്തിരി സ്ഥലം കണ്ടാൽ മതി. മാവിൻ്റെ അരികത്ത് വെച്ചപ്പോൾ മാവ് മേലോട്ട് കയറിയായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇത്തിരി ലൂസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത കൊയർ സ്റ്റിക്ക് ഞാൻ ഈ ചിക്കൻ ലെഗിനാണ് വെച്ച് കൊടുക്കുന്നത്. കൊയർ സ്റ്റിക്ക് വെച്ചിട്ട് അതിൻ്റെ വള്ളി ഞാൻ ഇതിലേക്ക് ചുറ്റിയപ്പോഴാണ് മനസ്സിലായത് കേട്ടോ, ഇതിന് കൊയർ സ്റ്റിക്കിന് നീളം കുറഞ്ഞു പോയി, വള്ളിക്ക് ഇച്ചിരി നീളം കൂടുതലാണെന്ന്. പിന്നെ വേറൊരു കൊയർ സ്റ്റിക്ക് റെഡിയാക്കി എടുക്കാനുള്ള കയറ് ബാക്കിയില്ല. പിന്നെ സ്റ്റിക്കും നോക്കിയൊക്കെ എടുത്തിട്ട് വേണം. അപ്പോൾ തൽക്കാലം ഇപ്പോഴത്തെ മടിക്ക് ഇത് തന്നെയാണ് നല്ല പണിയെന്ന് കരുതി ഞാൻ അത് തന്നെ വെച്ച് കൊടുത്തേ. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ടല്ലോ, 2 ചെറിയ ചട്ടിയിലാണ് ഞാൻ അതിൻ്റെ ബൾബുകൾ റീപോർട്ട് ചെയ്തപ്പോൾ വെച്ചത് കേട്ടോ. അത് നന്നായിട്ട് മുളച്ച് വരട്ടെ, എന്നിട്ട് വലുതിലോട്ട് മാറ്റാമെന്ന് കരുതി. വലിയ ചട്ടിയിൽ തന്നെയാണ് ഇരുന്നിരുന്നത്. അപ്പോൾ 3-4 ചട്ടികളിൽ ഉണ്ടായിരുന്നതാണ്. അത് ചട്ടി പൊട്ടിയപ്പോൾ കുറേയൊക്കെ ബൾബ് താഴെ വീണ് മുളച്ച് പിന്നെ മതിൽ കെട്ടിയ സമയത്ത് അതൊക്കെ പറിച്ച് കളഞ്ഞു. അങ്ങനെ കുറച്ചേ ഉള്ളൂ ഇപ്പോൾ ബൾബുകൾ. അപ്പോൾ അത് ഞാൻ 2 ചെറിയ ചട്ടിയിൽ നട്ടിരുന്നത് ഇപ്പം മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് വലിയ ചട്ടിയിലേക്ക് റീപോർട്ട് ചെയ്യാമെന്ന് കരുതി. ഇപ്പം മഴയ സമയമായതുകൊണ്ട് നന്നായിട്ട് ബുഷിയായിട്ട് വന്ന് പൂക്കളൊക്കെ തന്നോളും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കരിയില കമ്പോസ്റ്റും പിന്നെ അത് നട്ടിരുന്ന കുറച്ച് പോട്ട് മിക്സും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ നടുന്നത്. ഈ മഴക്കാലത്ത് ചീഞ്ഞു പോവാത്ത എന്ത് സാധനം മാറ്റി നടാൻ പറ്റിയ സമയമാണ് കേട്ടോ. നന്നായിട്ട് പിടിച്ചു കിട്ടും. നമുക്ക് കൂടുതലായിട്ട് അതിനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ദിവസം മുളക് തൈയും അലോവേരയും മാറ്റി സ്വതന്ത്രനാക്കിയ നമ്മുടെ ബൊഗെയിൻവില്ല ഉണ്ടല്ലോ, ആ ചട്ടി ഞാൻ കരുതി മുകളിൽ കൊണ്ട് വെക്കാമെന്ന് കരുതിയിട്ട് സ്റ്റെയർ കേസിൻ്റെ നേരെ മുകളിൽ കൊണ്ട് വെച്ചിട്ടുണ്ടേ.